മഴതോരും മുമ്പേ എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആക്സിഡന്റിന് ശേഷം കുളത്തുപുഴയിൽ മടങ്ങിയെത്തിയ അലീന ഏറെക്കുറെ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. സ്റ്റാൻലിക്ക് ഭക്ഷണം എടുത്തു വയ്ക്കുവാൻ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ ഡൈനിങ് റൂമിലേക്ക് വരുവാനുള്ള അലീനയുടെ ശ്രമം കൂടി സ്റ്റാൻലി നിരോധിച്ചു. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ട് മതി അഭ്യാസമൊക്കെ, സ്റ്റാൻലി കർശനമായി ഓർഡർ ഇട്ടിരിക്കുകയാണ്. അയാൾ ജീപ്പുമായി അഞ്ചലിലേക്ക് പോയപ്പോൾ അലീനയും ഔതക്കുട്ടിച്ചായനും വല്ലാതെ ഭയന്നിരുന്നു. രാത്രിയിലാണ് സ്റ്റാൻലി തിരിച്ചെത്തിയത്. അയാളുടെ വരവും കാത്ത് അലീനയും ഔതക്കുട്ടിച്ചായനും ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. തിരികെ വന്നു കയറിയപ്പോൾ ആദ്യം തന്നെ അലീന ചോദിച്ചത്, പപ്പ റീത്താമ്മയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയോ? ഞാൻ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് പപ്പ അവിടേക്ക് പോയത്? അത് അവരെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് അലീനയ്ക്ക് ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചാൻ അലീനോട് പറയുകയാണ്, അവൻ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് രാവിലെ ഡ്രൈവർ ബൈജു ആണ് ജീപ്പിന്റെ ബമ്പർ വളഞ്ഞിരിക്കുന്ന കാര്യം അലീനയോട് പറയുന്നത്. അവൾ സ്റ്റാൻലിയെ സമീപിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, പപ്പ ജീപ്പിന് എന്തു പറ്റിയതാണ്? എവിടെയോ ഇടിച്ച ലക്ഷണമുണ്ടല്ലോ. ആ, ഇടിച്ചു. എവിടെയാ പപ്പ? ഒരു കാറിന്റെ പുറകിൽ. എവിടെ വെച്ചായിരുന്നു അത്? റീത്താമ്മയുടെ വീട്ടിൽ വെച്ച്. റീത്താമ്മ ആൻറ്റിയുടെ വീട്ടിലോ? സ്റ്റാൻലി ഉത്തരവൊന്നും പറഞ്ഞില്ല. അലീനയ്ക്കെല്ലാം മനസ്സിലായി. അവൾ വീണ്ടും ചോദിക്കുകയാണ്, ആ കാർ പപ്പ നശിപ്പിച്ചോ? നശിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ വലിപ്പം ലേശം കുറഞ്ഞുപോയി എന്നു മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. എന്നാലും പഴയ രീതിയിലാക്കി വയ്ക്കുവാൻ എത്രായിരം രൂപയുടെ റിപ്പയറിംഗ് വേണ്ടി വരും? ഓ, അതിനി ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കുന്നതാ ലാഭം. അത് കുറച്ച് കടന്നുപോയി കേട്ടോ പപ്പ. പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമല്ലേ? എത്ര ലക്ഷം രൂപയുടെ മുതലാണിത്? ആ, അതിപ്പോൾ അങ്ങേയറ്റം 1.5-2 രൂപ കിട്ടിയേക്കും. പഴയ കാറാണ്. 2 ലക്ഷം രൂപ പപ്പയ്ക്ക് നിസ്സാരമാണ്. പക്ഷേ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 50 അനാഥ കുട്ടികൾക്ക് 100 ദിവസം ഭക്ഷണം കൊടുക്കാമായിരുന്നു. അത് കേട്ടപ്പോഴേക്കും സ്റ്റാൻലിക്ക് വല്ലാത്ത ചൊറിച്ചിൽ കയറി. അയാൾ പറയുകയാണ്, മതി മതി, നീ അങ്ങ് നിർത്ത്. നീയുമുണ്ട്, നിന്റെ കുറെ അനാഥ കുട്ടികളുമുണ്ട്. നിന്റെ അപ്പനായി എനിക്ക് എത്ര അനാഥ കുഞ്ഞുങ്ങളുടെ അളവും തൂക്കവുമുണ്ട്? നീ ലോകത്തെ സകല കാര്യങ്ങളും അളക്കുന്നത് ആ സ്കെയിൽ വെച്ചാണല്ലോ. എന്തു വില വരും എനിക്ക്? 10 അനാഥ കുഞ്ഞുങ്ങളുടെ വിലയുണ്ടോ? അതോ 5? അതോ ഇനി അവരുടെ മുമ്പിൽ എനിക്ക് യാതൊരു വിലയുമില്ലേ? അലീന മിണ്ടിയില്ല. സ്റ്റാൻലി കോപത്തോടെ അവളുടെ മുമ്പിൽ നിന്ന് നടന്നങ്ങ് പോയി. ഉടനെ ഔതക്കുട്ടിച്ചാൻ വന്ന് അലീനയെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്തിനാ മോളെ വെറുതെ ഒരു പണിയുമില്ലാതെ അവനോട് തർക്കിക്കാൻ പോകുന്നത്? ഒന്നാമത് അവൻ ഈ അനാഥാലയം, അനാഥ കുട്ടികൾ എന്നൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ വിഷമമാണ്. അന്നേരം നീ അവരെ വെച്ച് അവനെ കുറ്റപ്പെടുത്തിയാൽ അവൻ ഇഷ്ടപ്പെടുമോ? അവനാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയമാ. എന്നാലും വല്യപ്പച്ച, നല്ലൊരു കാർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതുകൊണ്ട് ആർക്കും എന്തെങ്കിലും ഉപകാരമുണ്ടോ? കഷ്ടമല്ലേ അത്? അയ്യോടാ, നീ തന്നെയല്ലേ പറഞ്ഞത് ആ കാറിന് ഓട്ടം കൂടുതലാണെന്നും അത് നിയന്ത്രിക്കണമെന്നും? എൽസമ്മയ്ക്കും മക്കളുമായിട്ട് ലാലിച്ചൻ കൊടുത്ത കാർ റീത്താമ്മ സ്വകാര്യ സ്വത്തായി കൊണ്ടു നടക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് നീയല്ലേ പറഞ്ഞത്? അതിങ്ങനെ നശിപ്പിക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? ആ, അത് നന്നായി. അവളുടെ സൂക്കേട് ഇമ്മിണിയൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പോൾ തീർന്നല്ലോ അത്. നിന്റെ ജോലി എളുപ്പമായി. ആ കാറിന്റെ പേരും പറഞ്ഞു മാസം തോറും എത്ര തുക കൊടുക്കുന്നുണ്ടെന്ന് നീ അന്വേഷിക്കാൻ ഇരിക്കുകയായിരുന്നില്ലേ? ആ, അതൊക്കെ എന്തു തന്നെയായാലും ഞാൻ അന്വേഷിക്കും. മാത്രമല്ല, വീട്ടു ചെലവിൻ്റെയും കുട്ടികൾ പഠിക്കുന്നതിൻ്റെയും മറ്റുള്ള ഐറ്റത്തിൻ്റെയും ഒക്കെ എല്ലാ തുകയും കൂടി എത്ര കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. നമ്മൾ പോയപ്പോൾ അവിടുത്തെ രീതികൾ കണ്ടതാണല്ലോ. അതുവെച്ച് എങ്ങനെ കണക്ക് കൂട്ടിയാലും മാസം 10,000 രൂപയിൽ കൂടുതൽ എൽസമ്മ ആൻറ്റിക്കും മക്കൾക്കും വേണ്ടി ചെലവാകുന്നില്ലേ? ആ വീട് കിടക്കുന്നത് കണ്ടോ വല്യപ്പച്ച? തൊഴുത്തുപോലെ. അവിടെ നേരാം വണ്ണം ഭക്ഷണം പോലും ഉണ്ടാക്കുന്നില്ല. അതെങ്ങനെയാ? എൽസമ്മ ആൻറ്റി മിക്കപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലേ? പിന്നെ റീത്താമ്മ ആൻറ്റി വല്ലതും ഉണ്ടാക്കി കൊടുക്കും. റീത്താമ്മ ആൻറ്റിയുടെ വീട് ഞാൻ കണ്ടു. ഫർണിച്ചറും അലങ്കാര പണികളും ഒക്കെ നല്ല പോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. എൻ്റെ മോളെ, അതിനകത്തൊന്നും ചെന്ന് തലയിടാതിരിക്കുന്നതാണ് നിനക്ക് ബുദ്ധി. എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളും അനുഭവിക്കേണ്ട മുതല് അങ്ങനെ വേറൊരുത്തി സൂത്രത്തിൽ തട്ടിയെടുക്കണ്ട.
ആ ചൂഷണം നിർത്തണം. എൻ്റെ കാലൊന്ന് ശരിയായിക്കോട്ടെ. റബ്ബർ തോട്ടത്തിലെ ഓഫീസിൽ പോയി കണക്കെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. കൊടുത്ത പൈസയുടെ ഒക്കെ കണക്ക് അവിടെ കാണുമല്ലോ അക്കൗണ്ട് ബുക്കിൽ. ഓഹോ, കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്ക് നോക്കാം വല്യപ്പച്ച എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അലീന ഒരു ആലോചനയോട് പറഞ്ഞിട്ട് തിരികെ നടക്കുകയാണ്. നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ടാണ് ഔതക്കുട്ടിച്ചായൻ സിറ്റ് ഔട്ടിലേക്ക് വന്നത്. ഒരു ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. നായ്ക്കളെ പേടിച്ചിട്ടാവണ്ണം എഞ്ചിൻ ഓഫ് ആക്കിയിട്ടില്ല. ആൻ്റപ്പൻ പുറത്തേക്ക് വന്നു. ചില ശബ്ദങ്ങളും ആംഗ്യ വിക്ഷേപങ്ങളും കൊണ്ട് നായ്ക്കളെ അടക്കി നിർത്തി. ഓട്ടോറിക്ഷയിൽ വന്നയാൾ അതിൽ നിന്നും പുറത്തിറങ്ങി. ഔതക്കുട്ടിച്ചായന് ആളിനെ മനസ്സിലായില്ല. അലീനയുടെ ഇഷ്ടക്കാരൻ. പേരയാൾ മറന്നുപോയിരുന്നു. ചെറിയൊരു റാഗ്സാക്ക് ചുമലിലിട്ട് അലസമട്ടിൽ സിറ്റ് ഔട്ടിന് നേർക്ക് വന്നു. ഔതക്കുട്ടിച്ചായനെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഔതക്കുട്ടിച്ചായന് പക്ഷേ ചിരിയൊന്നും വന്നില്ല. എന്നെ മനസ്സിലായില്ലേ? മനുശങ്കർ. മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഔതക്കുട്ടിച്ചായന് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറയുകയാ. ആ, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അലീന എവിടെ? ആ, അവൾ മുറിയിലെങ്ങാനും കാണും. അത്രയും പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചായൻ മനുവിൻ്റെ മുമ്പിൽ നിന്ന് പോയി കളഞ്ഞു. മനുശങ്കർ ചെറിയൊരു സങ്കോചത്തോടെ ഇടനാഴിയിലേക്ക് കയറി. ഇരിപ്പുമുറി, ഹാള്, അതിനപ്പുറം അലീനയുടെ റൂമിൻ്റെ വാതിൽ. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അവൻ വിരലുകളാൽ വാതിൽക്കൽ മെല്ലെ മുട്ടി. ശബ്ദമുണ്ടാക്കി. ആരോ വാതിൽ തുറന്നോളൂ. ആരാ? വാതിൽ തുറന്നോളൂ. മനുശങ്കർ വാതിൽ തുറന്നു. അലീന കട്ടിലിൻ്റെ ക്രാസിയിൽ തലയണ ചാരിവെച്ച് വായിച്ചുകൊണ്ട് ചാരിക്കിടക്കുകയായിരുന്നു. മനുശങ്കറിനെ കണ്ടതും ഇരുട്ടത്ത് ഓർക്കാപ്പുറത്ത് സൂര്യൻ ഉദിച്ചതുപോലെ അവൾ അത്ഭുതപ്പെട്ടുപോയി. അവളുടെ അരികെ നിലത്ത് മുൻകാലുകൾ നീട്ടി പതിഞ്ഞു കിടന്ന രണ്ടു നായ്ക്കൾ പെട്ടെന്ന് ഗർജിച്ചുകൊണ്ട് മനുശങ്കറിന് നേരെ കുതിച്ചു. അലീനയെ കണ്ട ആഹ്ലാദം അടുത്ത നിമിഷം ഇടിവെട്ടേറ്റതുപോലെ ഒരു ഞെട്ടലായി മാറി. നായ്ക്കൾ മനുവിൻ്റെ അടുത്തെത്തും മുമ്പേ അലീന അവയെ ശാസിച്ചു തിരിച്ചു വിളിച്ചു. നായ്ക്കൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. തിരിഞ്ഞ് അലീനയെ നോക്കിയ ശേഷം മനുശങ്കറിന്റെ മുഖത്തേക്കും കൈകളിലേക്കും കാലുകളിലേക്കും നോക്കി. അലീന പെട്ടെന്ന് കിടക്കയിലേക്ക് എഴുന്നേറ്റിരുന്നിട്ട് നായ്ക്കളെ തിരിച്ചു വിളിച്ചു. ഇവിടെ വാ. നായ്ക്കൾ രണ്ടുപേരും അവളുടെ സമീപത്തെത്തി. മനു വാതുക്കൾ തന്നെ നിൽക്കുകയാണ്. മനുവേട്ട, ഇങ്ങ് കയറി പോന്നോട്ടെ. ഇവരെ പേടിക്കുകയൊന്നും വേണ്ട. മനുവിൻ്റെ ശങ്ക തീർന്നില്ല. അപ്പോൾ അലീന, കഷ്ടം, ഇത്രയേ ഉള്ളോ എന്നെ വിശ്വാസം? മനുശങ്കർ ധൈര്യം സംഭരിച്ച് കട്ടിലിൻ്റെ സമീപമെത്തി. നായ്ക്കൾ അനങ്ങാതെ അവനെ തന്നെ നോക്കി കിടക്കുകയാണ്. മനു അലീനയുടെ നേർക്ക് കൈകൾ നീട്ടി. അവൾ ആ കരം ഗ്രഹിച്ചു. മനുവേട്ടൻ പേടിച്ചോ? പിന്നെ പേടിക്കാതെ. കടുവകളെപ്പോലിരിക്കുന്ന രണ്ടെണ്ണം നേരെ മുൻപിലോട്ട് ചാടി വരുമ്പോൾ നമ്മൾ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കത്തിച്ചാമ്പലായി പോവില്ലേ? സോറി മനുവേട്ട, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇരിക്കും മനുവേട്ട, ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്. എനിക്ക് കാല് നിലത്തു കുത്തുവാൻ മേലാഞ്ഞിട്ടാ. മനുശങ്കർ ഒരു കസേര നീക്കി കട്ടിലിനരികിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ ഇരുന്നതും നായ്ക്കൾ അവൻ്റെ കാൽ മണപ്പിച്ചു നോക്കി. മനു സംശയത്തോട് നായ്ക്കളെ നോക്കുന്നത് കണ്ടിട്ട് അലീന പറയുകയാണ്, പേടിക്കണ്ടാന്നേ, മനുവേട്ടൻ്റെ മണം പിടിച്ചെടുത്ത് സേവ് ചെയ്തു വെക്കുക. ഇനി അടുത്ത തവണ അബദ്ധം പറ്റരുതല്ലോ. അത് കേട്ടിട്ട് മനുശങ്കറിന് ചിരി വന്നു. അലീന വിസ്മയാധീനയായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ അവളെയും. തുടർന്ന് ഒരു പുഞ്ചിരിയോടുകൂടി മനുശങ്കർ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് അതിശയം തീരുന്നില്ല. ഇതൊരു ഷോക്കായിപ്പോയി കേട്ടോ. എന്നോടൊന്നും സൂചിപ്പിച്ചത് പോലും ഇല്ലല്ലോ. ഓർക്കാപ്പുറത്ത് കാണാൻ ഒരു കൊതി, ആരൊക്കെയോ പറ്റിച്ചൊരു കള്ളത്തരം കാട്ടുന്ന സുഖം, ഒരു കുസൃതി, പിന്നെന്തൊക്കെയോ അവൻ പറഞ്ഞു. മനുവേട്ടന് ക്ഷീണമാണല്ലോ. ആ, യാത്ര ചെയ്തിട്ടാ. നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? എൻ്റെ ഭൂലോക തലസ്ഥാനം ഇപ്പോൾ കുളത്തുപുഴയാണ്. ഇവിടെയാണ് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ബാംഗ്ലൂരിൽ വന്ന് എന്നെ വീശുന്ന കാറ്റൊക്കെ ഇവിടുന്നാണ് യാത്ര തിരിക്കുന്നത്. അലീന ചോദിക്കുകയാണ്, വട്ടായിപ്പോയോ? പിന്നല്ല. ഇത് പന്നിപ്പനി പോലെ പകരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മനുവേട്ട? ഒരു രക്ഷയുമില്ല. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഈ മുടിയൊക്കെ എന്ത് കാണിച്ചിട്ടാ ഇങ്ങനെ? പാടത്തെ കാറ്റുവീഴ്ച പോലെ അവൾ കൈ നീട്ടി വിരലുകളാൽ അവൻ്റെ മുടി കോതി ഒതുക്കി. ഓരോ മുടിനാരിലൂടെയും ഇലക്ട്രിക് ചാർജ് പ്രവഹിക്കുന്നുണ്ടെന്ന് മനുവിന് തോന്നി. നെറുകയിൽ നിന്ന് ഒരു കോരിത്തരിപ്പ് പടർന്നു. ദേഹമാസകലം അത് വ്യാപിച്ചു. അവൾ കൈയെടുക്കരുതേ എന്ന് അവൻ കൊതിച്ചുകൊണ്ടിരുന്നു. അലീന കൈ പിൻവലിക്കുവാൻ ഭാവിച്ചതും അവൻ ആ കൈ പിടിച്ച് വിരലുകൾക്ക് മീതെ ചുംബിച്ചു. അലീനയുടെ മുഖം അരുണാഭമായി. മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോ?
കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കടപ്പാട്ടൂർ പോയിട്ടുണ്ടായിരുന്നു. രോഹിത് ഹയർ സ്റ്റഡിക്ക് വേണ്ടി ബാംഗ്ലൂർ വരാനിരിക്കുകയാണ്. അവൻ എൻ്റെ കൂടെ താമസിക്കാം. എനിക്ക് അവനെ ഗൈഡ് ചെയ്യുവാനും പറ്റുമല്ലോ. അപ്പോൾ ബബിത, അവളിപ്പോൾ എറണാകുളത്താ. നിന്നെ അവളിപ്പോൾ വിളിക്കാറൊന്നുമില്ല അല്ലേ? ഇല്ല. അവളുടെ ഫോണും നമ്പറും എല്ലാം മാറി. രോഹിത്തിനോട് നമ്പർ വാങ്ങിച്ചിട്ട് ഒരു തവണ പോലും അവൾ ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. രോഹിത് എന്നോട് പറഞ്ഞു അവൾക്ക് പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആയിട്ടുണ്ട് കാര്യങ്ങളെന്ന്. അവളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അവളുടെ കാര്യങ്ങൾ ആരും ഇടപെടാനും പാടില്ല. അങ്ങനെ ചില പിടിവാശികളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ നിന്ന് മക്കൾ മുതലെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അവളുടെ ഇപ്പോഴത്തെ ദുസ്വാതന്ത്ര്യം. അമ്മ പറഞ്ഞാൽ അവൾ കേൾക്കില്ലേ മനുവേട്ട? ജയന്തി ആൻറ്റിക്ക് അങ്കിളിൻ്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി മക്കളെ കരുവാക്കാൻ മടിയില്ലല്ലോ. മക്കൾ അങ്കിളിൻ്റെ ചൊൽപ്പടി നിൽക്കരുതേ എന്ന് മാത്രമേ ഉള്ളൂ. ബബിതയ്ക്ക് നല്ലൊരു ചേഞ്ച് വന്നതായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാവരെക്കാളും മിടുക്കിയായേനെ. എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ മനുവേട്ട. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ചെയ്യാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതൊക്കെ കഴിഞ്ഞില്ലേ? ഒരു തോൽവി പറ്റി മനുവേട്ട. പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഇവിടെ എത്തിക്കുവാനും അവരെ ഒന്നിപ്പിക്കുവാനും കഴിയുമെന്നാ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. നടന്നില്ലെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ നടക്കാൻ പറ്റാതെയുമായി അല്ലേ? ആ അത് സാരമില്ല മനുവേട്ട, എൻ്റെ കാലൊക്കെ പെട്ടെന്ന് ശരിയായിക്കോളും. ഉടനെ മനുശങ്കർ ചോദിക്കുകയാണ്, അല്ല നമ്മുടെ കാര്യം എങ്ങനെയാ? ഞാൻ അതങ്ങ് തുറന്നു ചോദിക്കുക. എനിക്ക് 27 വയസ്സ് കഴിഞ്ഞു, നിനക്ക് 24. ഇങ്ങനെ പോയാൽ മതിയോ? അതിന് അലീന, മനുവേട്ട അതിന് ഞാൻ ഒരിടത്തും എത്തിയില്ലല്ലോ, ഇത്രയൊക്കെ എത്തിയാൽ പോരെ? അലീനയുടെ മൗനം മനുശങ്കറിനെ ആശങ്കാഭരിതനാക്കി. അല്ല, പപ്പ സമ്മതിക്കത്തില്ല എന്നുള്ള ഭയമാണോ നിനക്ക്? പപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെങ്ങനെ? അതിന് കുറച്ചു ക്ഷമയും കാത്തിരിപ്പും ഒക്കെ വേണ്ടി വരും. അലീന, നിനക്ക് പറഞ്ഞുകൂടെ എനിക്ക് ഈ കല്യാണം മതി, അയാളെ മാത്രം മതി, സ്വത്തോ പണമോ സ്വർണമോ മറ്റാഡംബരങ്ങളോ ഒന്നും വേണ്ടെന്ന്? ഞാനത് പറഞ്ഞിട്ടുണ്ട് മനുവേട്ട. എന്നിട്ടും സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത മാർഗം നോക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു. അലീന അത് കേട്ടുകൊണ്ട് മുഖം താഴ്ത്തി ഇരുന്നു. തുടർന്ന് മനുശങ്കർ ചുമലിക്കിടന്ന ബാഗ് എടുത്ത് സിബ് തുറന്ന് ബാംഗ്ലൂരിൽ നിന്നും അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സീഡ്സിൻ്റെ പാക്കറ്റുകൾ കിടക്കയിലേക്ക് കുടഞ്ഞിട്ടു. ബൈജുവിനെ വിളിക്കുവാൻ വേണ്ടി പോയ ആൻ്റപ്പൻ തിരിച്ചു വന്നിട്ട് അലീനയോട് പറയുകയാണ്, കേണൽ സാബ് പുറത്തു പോകുന്നുണ്ട്, അപ്പോൾ ഇയാളെ ടൗണിലേക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അതിന് അലീന, ആൻ്റപ്പൻ ചേട്ടനോട് ഞാൻ പറഞ്ഞത് ബൈജുവിനെ വിളിക്കാനല്ലേ? ഞാൻ ബൈജുവിനെ വിളിച്ചുകൊണ്ട് വന്നതാ മോളെ. അപ്പോഴാ സാബ് ഇങ്ങനെ പറഞ്ഞത്. അലീന പന്തികേട് മണത്തു. ഇവിടെ വന്നപ്പോൾ മുതൽ വൈകുന്നേരം വരെ മനുശങ്കർ തന്നോടൊപ്പമായിരുന്നു. അത് പപ്പയ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. തൊട്ടടുത്ത നിമിഷം വാതുക്കൽ ഒരു കാലൊച്ച കേട്ടുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അത് സ്റ്റാൻലി ആയിരുന്നു. സ്റ്റാൻലി പറയുകയാണ്, ഞാൻ റെഡിയാണ്, പോകാം. മനുശങ്കർ വിഷമത്തോടുകൂടി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു, ഒപ്പം അലീനയും. എന്നിട്ട് അവൾ പറയുകയാണ്, മനുവേട്ട എന്നെ ഒന്ന് താങ്ങി പിടിക്കാമോ? മനുശങ്കർ ശങ്കിച്ചു. അലീന അവൻ്റെ നേർക്ക് കൈ നീട്ടി. അവൻ സ്റ്റാൻലിയെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കൈയെടുത്ത് തോളത്ത് ചുറ്റി. സ്റ്റാൻലി മുറുകിയ മുഖത്തോടുകൂടി രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുകയാണ്. മനുശങ്കർ അലീനയെ താങ്ങി നടത്തി സിറ്റ് ഔട്ടിൽ എത്തിച്ചു. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ നടന്നു ചെന്ന് കാറിൽ കയറി. മനുശങ്കർ അലീനയെ നോക്കി. അവളുടെ കൈത്തലം പിടിച്ചമർത്തി മൂകമായി യാത്ര ചോദിച്ചു. അവൾ മന്ദഹസിച്ചുകൊണ്ട് ശിരസ്സനക്കി യാത്രാനുമതി നൽകി. മനുശങ്കർ ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി പോർച്ചിൽ നിന്നും കാർ മുറ്റത്തേക്ക് ഇറക്കിയിരുന്നു. അയാൾ തന്നെ അവനുവേണ്ടി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. മനുശങ്കർ അകത്ത് കയറി ഡോർ അടച്ചു. കാർ അടുത്ത നിമിഷം മുൻപോട്ട് കുതിച്ചു. മനുശങ്കറിന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. കാർ ഓടി മറയുന്നത് നോക്കി അലീന ആശങ്കയോടെ സിറ്റ് ഔട്ടിൽ നിന്നു. കുളത്തുപുഴ ടൗണിൽ എത്തിയപ്പോൾ മനുശങ്കർ പറയുകയാണ്, ഇവിടെ നിർത്തിയാൽ മതി, എനിക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടും. പക്ഷേ സ്റ്റാൻലി കാർ നിർത്താൻ കൂട്ടാക്കിയില്ല. ടൗൺഷിപ്പ് പിന്നിട്ടതോടെ കാർ വേഗത കൂട്ടി. മനുശങ്കർ സംശയത്തോട് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അയാളുടെ മുഖം മുറുകിയിരിക്കുന്നു. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. സ്പീഡോ മീറ്ററിലെ സൂചി കുതിച്ചു കയറുകയാണ്. കാർ നിലം തൊടാതെ പറക്കുകയാണെന്ന് തോന്നി. വളവുകളിൽ കാർ വെട്ടി തിരിയുന്നു. ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം കുതിര ചെനിക്കുന്നത് പോലെ
ഒരു പാലം കടന്നു വളവെടുത്തു. ഉടൻ സഡൻ ബ്രേക്ക് വീണു. മനുശങ്കറിൻ്റെ തല ഡാഷ്ബോർഡിൽ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു. റോഡിൻ്റെ മാർജിനിലേക്ക് ഇറങ്ങിയാണ് കാർ നിൽക്കുന്നത്. മനുശങ്കർ മുഖം തിരിച്ച് സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി എൻജിൻ ഓഫ് ചെയ്ത് കീ എടുത്തിട്ട് മനുശങ്കറിനോട് പറയുക, ഇറങ്ങി വാ. മനുശങ്കർ ചുറ്റും നോക്കി. വിജനമായ ഒരു സ്ഥലം. റോഡിനു മുകളിലും താഴെയും റബ്ബർ തോട്ടം. ഒരു വീടും അവിടെ കാണാനില്ല. സ്റ്റാൻലി ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി. മനുശങ്കറും ആശങ്കയോടെ ഇറങ്ങിച്ചെന്നു. സ്റ്റാൻലി കാറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. മനുശങ്കർ ആകട്ടെ കാറിൻ്റെ ബോണറ്റിന് ഇപ്പുറത്ത് നിലയുറപ്പിച്ചു. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി ലൈറ്റർ തെളിയിച്ച് അതിൻ്റെ അറ്റത്ത് തീക്കനൽ ഉണ്ടാക്കി. സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് മനുശങ്കറിനെ നോക്കി. എന്നിട്ട് മുൻപോട്ട് വരുവാൻ ആംഗ്യം കാട്ടി. മനുശങ്കർ കാറിൻ്റെ മുമ്പിലേക്ക് ചെന്നു. ബാംഗ്ലൂരിലാണോ ജോലി? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാറില്ല. ഇപ്പോഴും മറക്കേണ്ടവയൊക്കെ മറക്കും. സാമാന്യ നല്ല ജോലിയാണ് അല്ലേ? അതെ. ശമ്പളം എത്രയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് എത്രയായാലും എന്നെ ബാധിക്കുന്നതുമല്ല. എന്നാലും മിസ്റ്റർ മനുശങ്കറിന് ഒരു ഫാമിലി മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ശമ്പളം ഉണ്ടാകും അല്ലേ? അതെ, ഉണ്ട്. വേണ്ടി വന്നാൽ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാനും സാധിക്കും. സാധിക്കും. ജോലി ചെയ്യുന്നത് IT കമ്പനിയിലാകുമ്പോൾ കൂടെ ഒരുപാട് മലയാളി പെൺകുട്ടികളും തമിഴത്തികളും ഒക്കെ കാണുമല്ലോ അല്ലേ? അതെ. അങ്ങനെ ആരെയെങ്കിലും നോക്കുന്നതല്ലേ ബുദ്ധി? അവൻ പറയുകയാണ്. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ മുമ്പേ തന്നെ നോക്കേണ്ടതല്ലായിരുന്നു? ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ പ്രൊഫഷണൽ, ഒരേ കാഴ്ചപ്പാട്, ഒരേ തട്ടകം, ഇതൊക്കെയല്ലേ പ്രധാനമായി നോക്കേണ്ടത്? അതിന് മനുശങ്കർ, അതിനൊക്കെ അപ്പുറത്ത് മനസ്സെന്നൊരു സംഗതി കൂടി ഉണ്ടല്ലോ നമുക്ക്. മനസ്സ്, അതൊരു മണ്ണാങ്കട്ടയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു കരിയിലയാണ്. മഴ വരുമ്പോൾ കരിയില മുകളിൽ കയറിയിരുന്നു മണ്ണാങ്കട്ടയെ നനയാതെ രക്ഷിക്കും. കാറ്റ് വരുമ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ നിന്ന് കരിയിലയെ സംരക്ഷിക്കും. പക്ഷേ കാറ്റും മഴയും കൂടി ഒരുമിച്ച് വന്നാലോ? കരിയില അങ്ങ് പറന്നു പോകും. മണ്ണാങ്കട്ടയുടെ അവസ്ഥയോ? അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി സ്റ്റാൻലി മനുശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി. മനു മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും അയാൾ പറയുകയാണ്, പഴയൊരു മുത്തശ്ശിക്കഥയാണത്. അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ? ഇക്കാലത്ത് ജാതിമത ഭേദങ്ങൾ ഒന്നുമില്ലല്ലോ. മലയാളി മറാഠി പെണ്ണിനെ കെട്ടുന്നത്, പഞ്ചാബിയെ കെട്ടുന്നത്, ഗുജറാത്തിയെ കെട്ടുന്നത്. ഉടനെ മനുശങ്കർ അതങ്ങ് ഊന്നി പറഞ്ഞു. അത് ശരിയാ, ജാതിമത ഭേദം ഇക്കാലത്ത് ഒട്ടുമില്ല. അലീനയുടെ ഒരു ജീവിത രീതി അറിയാലോ. സ്വാർത്ഥതയും അതിമോഹവും തീരെയില്ല. പൈസ ഉണ്ടാക്കണമെന്നില്ല, സൂക്ഷിച്ചു വെക്കണമെന്നില്ല, സുഭിക്ഷമായി ജീവിക്കണമെന്നില്ല. പണം ചോരുന്ന കൈകളാണ് അവളുടേത്. ഞാൻ ഈ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവവും അനുകമ്പ, കരുണ, ദാനശീലം, എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ആഗ്രഹം, സഹായ സന്നദ്ധ എല്ലാം നല്ലതാണ്. പക്ഷേ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്ന പൈസ എടുത്ത് അവൾ ദാനധർമ്മക്കാർക്ക് കൊടുത്താൽ നിനക്ക് ദേഷ്യം വരില്ലേ? മനുശങ്കറിന് മനസ്സിലായി കുഴയ്ക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. അതുകൊണ്ട് തന്നെ മറുപടി പറയാതെ ഇനിയും കേൾക്കട്ടെ എന്ന മട്ടിൽ മനു നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി, ആർക്കായാലും ദേഷ്യം വരും. നിനക്കൊരു പദ്ധതി കാണും. വീടുണ്ടാക്കണം, അതിനുള്ളിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വേണം, കുറച്ച് പൈസ LICയിൽ ഇടണം, ഒരു നമ്പർ ചിട്ടി വേണം, ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെറിയൊരു നിക്ഷേപം വേണം, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ കാർ വാങ്ങണം, കുട്ടികൾ ഉണ്ടാകണം, അവരെ നല്ല കോച്ചിങ് കിട്ടുന്ന സ്കൂളിൽ പഠിപ്പിക്കണം. ഇതൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ന്യായമായ ആഗ്രഹങ്ങളാണ്. ഇത്രയെങ്കിലും ആഗ്രഹിക്കാത്തവൻ അലസനും മടിയനും ആയിരിക്കും. തന്നെ ഒരു കുരുക്കിലേക്ക് പിടിച്ച് ഇടുകയല്ലേ, മറിച്ച് താൻ നിൽക്കുന്നതിന് ചുറ്റും വേലി കെട്ടി ഒരു കുരുക്കുണ്ടാക്കുകയാണ് ബുദ്ധിമാൻ. മനുശങ്കറിന് കാര്യം മനസ്സിലായി. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അലീനയുടെ പപ്പ പറഞ്ഞതൊക്കെ ശരിയാണ്. അവൻ സമ്മതിച്ചു കൊടുത്തു. ചിന്തിച്ചിട്ട് മാത്രമേ മറുപടി പറയാവൂ. നീ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് അവൾ 50 അനാഥ കുട്ടികൾക്ക് ഡ്രസ്സും പുസ്തകവും കുടയും ചോറ്റുപാത്രവും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവൾ നിൻ്റെ ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്യും. നീ മ്യൂച്വൽ ഫണ്ടിലേക്ക് കരുതുന്ന പൈസ എടുത്ത് അവൾ 10 അനാഥ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. നീ കാർ വാങ്ങാൻ വെച്ച പൈസ കൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കല്യാണം നടത്തുവാൻ അവൾ നിന്നെ നിർബന്ധിക്കും. നീ ചിട്ടി പിടിച്ച പൈസ കയ്യിൽ കിട്ടുമ്പോൾ അവൾ ബാക്കി പറയുവാൻ അനുവദിക്കാതെ മനുശങ്കർ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. എന്നിട്ട് ചോദിക്കുകയാണ്,
അങ്കിൾ അപ്പോൾ അലീനയെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് അലസനും മടിയനും വകയ്ക്ക് കൊള്ളാത്തവനുമായ ഒരുത്തിന് തന്നെയാണോ? പെട്ടെന്ന് ഒരു നിമിഷം അന്തം വിട്ടു നിന്നിട്ട് സ്റ്റാൻലി അങ്ങ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഉഗ്രൻ ചോദ്യം, അഭിനന്ദനങ്ങൾ, വെരി ഗുഡ്, യു ആർ ഇൻ്റലിജൻറ്റ്. സ്റ്റാൻലി കെട്ടുപോയ സിഗരറ്റ് വീണ്ടും ലൈറ്റർ വെച്ച് തീ കൊളുത്തി 2 തവണ പുക വലിച്ച് റബ്ബർ തോട്ടത്തിന് നേരെ ഊതിപ്പറത്തി. എന്നിട്ട് പിന്നെയും പറയുകയാണ്, കൊള്ളാം, പക്ഷെ ഞാൻ അവളെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരുത്തിന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അവൾ അനാഥരെ സഹായിക്കുന്നതിൽ ഒട്ടും എതിർപ്പില്ലാത്ത ഒരാൾ. അയാൾ ധനവാനായിരിക്കും. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാറും വീട്ടുപകരണങ്ങളും ബാങ്ക് ഡിപ്പോസിറ്റും ഉണ്ടായിരിക്കും. അലീന പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും അയാളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കില്ല. അങ്ങനെ ഒരാളെ ആയിരിക്കും ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തുക. അത്രയും കേട്ടപ്പോൾ മണിശങ്കർ പറയുകയാണ്, ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെയും മക്കളെ ഒന്നും ഏതായാലും ഇനി കിട്ടില്ലല്ലോ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അലീന അങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അലീന അവളുടെ ജീവിത നിലവാരം അനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ചെന്നിരിക്കാം. അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 5000 രൂപയുടെ സഹായം ചെയ്യുന്നവൾ അംബാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപയുടെ സഹായം ചെയ്തു എന്നിരിക്കാം. എത്ര ധനവാനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നവരോട് മുൻകൂട്ടി പറയണം, എൻ്റെ മോൾക്കൊരു സ്വഭാവമുണ്ട്, അവൾ കണ്ണിൽ കണ്ടതെല്ലാം പെറുക്കി പാവങ്ങൾക്ക് കൊടുക്കും, അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയേക്കരുത് എന്ന്. അത്രയും കേട്ടപ്പോഴേക്കും സ്റ്റാൻലിയുടെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. തോക്കിൻ കുഴലിലൂടെ എന്ന വണ്ണം അയാൾ മണിശങ്കറിനെ നോക്കി. എന്നിട്ട് പറയുകയാണ്, അവൾക്ക് ആരെയെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പണം ഞാൻ ഫിക്സ്ഡ് ഡിപ്പോസിറ്റായി അവളുടെ പേരിൽ ബാങ്കിലിടും. അതിൻ്റെ പലിശ മതിയാവും അവൾക്ക്. വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. പെട്ടെന്ന് മണിശങ്കർ, താങ്ക്സ്, ഗുഡ് ഐഡിയ. പക്ഷേ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും അങ്കിളിന് ഇതുതന്നെ ചെയ്യാമല്ലോ. എന്താ തടസ്സം? ഉടനെ സ്റ്റാൻലി, കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ അന്തസ്സിനും പണത്തിനും പ്രതാപത്തിനും ഇണങ്ങുന്ന ഒരുത്തിനെ മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കൂ. ആ കൊള്ളാം. അലീന സ്റ്റാൻലി ജോസഫിൻ്റെ കൂടെ താമസിക്കുന്നത് റിട്ടയർ കേണലിൻ്റെ അന്തസ്സും പ്രതാപവും കണ്ടിട്ടാണോ അങ്കിളെ? അല്ല, തനിക്ക് പണം കിട്ടുമല്ലോ എന്നുള്ള അതിമോഹവും കൊണ്ടുമല്ല. അവളുടെ പപ്പയോട് അവൾക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. പണം കൊണ്ടും പദവി കൊണ്ടും അളന്ന് അങ്കിൾ അതിൻ്റെ വില ദയവ് ചെയ്ത് താഴ്ത്തിക്കളയരുത്. ഓക്കെ, ഞാൻ നിന്നോട് വാദിക്കാൻ ഒന്നുമില്ല. ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മയിൽ വെച്ചേക്ക്, നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരില്ല. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. ജാതിയും മതവും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഹിന്ദു യുവതിയെ പ്രാണനെപ്പോലെ സ്നേഹിച്ചവനാണ് ഞാൻ. പക്ഷേ ആ കുടുംബത്തിലേക്ക്, ചതിയന്മാരും വഞ്ചകന്മാരുമുള്ള കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ അയക്കത്തില്ല. പ്രത്യേകിച്ചും അവളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവനോടിരിക്കുന്ന കാലഘട്ടത്തിൽ സമ്മതിക്കത്തില്ല. ഈ സഹോദരൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഓരോരോ വിശ്വാസങ്ങളല്ലേ അങ്കിൾ? ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അലീന വിവാഹം കഴിക്കുവാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല, അത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരം കൂടിയാണ്. മതി, ഇവിടെ നിർത്താം. ഇനി ഒരക്ഷരം ഇതിനെപ്പറ്റി നീ സംസാരിക്കേണ്ട. ഇനി മേലിൽ നീ അലീനയെ കാണാൻ എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരരുത്. എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ പെരുമാറുന്നത് ഈ രീതിയിൽ ആയിരിക്കില്ല. സ്റ്റാൻലി വിരലുകൾക്കിടയിൽ നിന്നും പുകയുന്ന സിഗരറ്റ് റബ്ബർ തോട്ടത്തിലേക്ക് എറിഞ്ഞിട്ട് തിരിച്ച് കാറിനടുത്തേക്ക് വന്ന് ഡോർ തുറന്നു. അയാൾ മണിശങ്കറിനോട് ആജ്ഞാപിച്ചു. നോ താങ്ക്സ്. മണിശങ്കർ കാറിൽ കയറുവാൻ വിസമ്മതിച്ച് പുറത്തു തന്നെ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഞാൻ ടൗണിൽ തിരിച്ചു കൊണ്ടുവിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. ഇനി അങ്കിളിൻ്റെ ഒരു ഔദാര്യവും സ്വീകരിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. അതെന്തിനാണ്? സ്റ്റാൻലി കാറിൽ കയറ്റിക്കൊണ്ട് വന്നിട്ട് കാടിൻ്റെ നടുവിൽ ഇറക്കി വിട്ടെന്ന് പറയാനോ? അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയില്ല. അങ്കിൾ തിരിച്ചു വയ്ക്കോ. സ്റ്റാൻലി അല്പം സംശയിച്ചു നിന്നു. പിന്നെ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇട്ട് തന്നെ വണ്ടി തിരിച്ചു. മണിശങ്കർ കൈ ഉയർത്തി കാട്ടി. സ്റ്റാൻലി കാർ തിരിച്ചു കുളത്തുപുഴയ്ക്ക് വിട്ടു. പോകുന്ന വഴിക്ക് അയാൾ റിയർവ്യൂ മിററിലൂടെ നോക്കി. മണിശങ്കർ റാക്സാക്ക് പുറത്തിട്ട് റോഡിലൂടെ നടന്നു നീങ്ങുന്നത് അയാൾ കണ്ടു. മഴ തോരും മുമ്പ് എന്ന പരമ്പരയിലെ അടുത്ത എപ്പിസോഡിന് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.